തിരുവനന്തപുരത്ത് ആംബുലൻസ് തടഞ്ഞുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ സമരത്തെ തുടർന്ന് ചികിത്സ വൈകി ആദിവാസി യുവാവ് മരിച്ചു. വിതുര മണലി സ്വദേശി ബിനുവാണ് മരിച്ചത്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന മന്ത്രിമാരായ OR കേളുവും വീണ ജോർജും പറഞ്ഞു. ഗുരുതരാവസ്ഥയിലുള്ളയാളെ കൊണ്ടുപോകാനുള്ള ആംബുലൻസ് ആണെന്ന് അറിയില്ലായിരുന്നു എന്നാണ് കോൺഗ്രസിന്റെ വാദം. ആത്മഹത്യക്ക് ശ്രമിച്ച ബിനുവിനെ ഉച്ചയോടെ വിതുര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസിലേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോഴായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം. രോഗിയെ കയറ്റാൻ സമ്മതിക്കാതെ 20 മിനിറ്റോളം ആംബുലൻസ് തടഞ്ഞു നിർത്തി പ്രതിഷേധിച്ചു എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. പ്രതിഷേധങ്ങളെല്ലാം കഴിഞ്ഞ് ബിനുവിനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. പിന്നാലെ ബിനു മരിച്ചു. ഞങ്ങൾ 108 കസ്റ്റമർ കെയർ വിളിച്ച് 108 വന്ന് കയറ്റാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് പ്രവർത്തകർ വന്ന് തടഞ്ഞ് പോകാൻ പറ്റത്തില്ല, വണ്ടിക്ക് ടയറില്ല, ഇൻഷുറൻസ് ഇല്ല, ആരെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഒരു 10-20 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പ്രൈവറ്റ് ആംബുലൻസ് വിളിക്കാൻ വേണ്ടി നോക്കി. പിന്നെ ഡോക്ടർ ഒരുവിധമൊക്കെ പറഞ്ഞ് സമ്മതിച്ച് ഞങ്ങളിപ്പോൾ വണ്ടിയിൽ കയറ്റി വിട്ടത്. ഇവിടെ വന്നപ്പോൾ ഒരു കാഷ്വാലിറ്റി കയറ്റി ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ രോഗി മരിച്ചായിരുന്നു. അപ്പോൾ അവർ ഇവിടുത്തെ ഡോക്ടറും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് മുമ്പ് നിങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒന്ന് നോക്കാണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ ഒരു 10-15 മിനിറ്റ് മുമ്പ് എത്തിയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ജീവനല്ലേ, ഒരു ജീവൻ പിടിച്ചു നിർത്താൻ പറ്റുമായിരുന്നു, ഏകദേശം പിടിച്ചു നിർത്താൻ പറ്റുമായിരുന്നു. പക്ഷെ അവർ ഈ സമ്മതിക്കാത്തൊരു കാരണമാണ് ഈ എൻ്റെ ചേട്ടൻ മരിക്കാൻ കാരണമായത്. ആശുപത്രി അധികൃതർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വിതുര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി OR കേളു. ഈ സമരം ഇയാളെ മരണത്തിനൊരു ഇടയാക്കി എന്നുള്ളതും ഒരു ശരി തന്നെയാണ്. ഈ ബന്ധുക്കൾക്ക് പരാതി ഉണ്ടാവണം. രണ്ടാമത് ഈ നോക്കിയ ഡോക്ടർമാരുടെ ഒരു രേഖാമൂലമുള്ള റിപ്പോർട്ട്, അത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ലഭിക്കുന്ന മുറയ്ക്ക് ഒരു നിയമ നടപടി തന്നെ സ്വീകരിക്കേണ്ടതായിട്ട് വരും. ഒരു നീതികേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് നടപടി സ്വീകരിക്കണമല്ലോ. ആ കാര്യങ്ങൾ ഗവൺമെന്റ് പരിശോധിക്കും, വകുപ്പ് പരിശോധിക്കും. ആംബുലൻസിന്റെ കാലപ്പഴക്കവും ഇൻഷുറൻസ് തീർന്നതും ആരോപിച്ചായിരുന്നു കോൺഗ്രസ് വിതുര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. 5 മിനിറ്റ് മാത്രമേ പ്രതിഷേധിച്ചിട്ടുള്ളൂ എന്നും തങ്ങളെല്ലാവരും ചേർന്നാണ് രോഗിയെ ആംബുലൻസിലേക്ക് കയറ്റിയതെന്നും കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത്. എന്ത് കാര്യമാണെങ്കിലും ആംബുലൻസ് തടഞ്ഞ് പ്രതിഷേധിക്കാൻ പാടില്ല എന്ന സാമാന്യ ബോധം രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാകണം. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. തിരുവനന്തപുരം വിതുരയിലെ ആംബുലൻസ് തടഞ്ഞതിനെ തുടർന്ന് ചികിത്സ വൈകി ആദിവാസി യുവാവ് മരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. കണ്ടാൽ അറിയാവുന്ന 10 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്ത്. 17 മിനിറ്റ് വാഹനം തടഞ്ഞുവെന്നും FIR-ൽ. 5 മിനിറ്റ് മാത്രമാണ് പ്രതിഷേധമെന്നായിരുന്നു കോൺഗ്രസിന്റെ വാദം. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. സലീം, വിശദാംശങ്ങൾ. ഇന്ന് രാവിലെ 24 വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വാദം 5 മിനിറ്റ് മാത്രമാണ് വാഹനം തടഞ്ഞത് എന്നും ആ സമയത്ത് ഈ വാഹനത്തിൽ രോഗിയില്ലായിരുന്നു എന്നുള്ളതുമാണ്. മാത്രമല്ല, വലിയ സൈബർ ആക്രമണം അതുമായി ബന്ധപ്പെട്ട് 24-ന് നേരെ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ 24 കൊടുത്ത വാർത്തയാണ് ശരി. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ വാദങ്ങൾ പൊളിയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ FIR-ൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. FIR പ്രകാരം 2:30 ആരംഭിച്ച പ്രതിഷേധമാണ്. അതിനുശേഷം ഈ ആംബുലൻസ് എടുക്കാൻ 2:47 സമയം വരെ എടുത്തു. അതിനുശേഷം 2:47 ഈ വാഹനം അവിടെ നിന്ന് എടുത്തതിന് ശേഷവും ഈ പ്രവർത്തകർ ബിനുവിന്റെ ബന്ധുക്കൾക്ക് നേരെ അസഭ്യം പറഞ്ഞു എന്നതുൾപ്പെടെയാണ് ഇപ്പോൾ നിലവിൽ ഈ വകുപ്പിൽ FIR-ൽ ചേർത്തിരിക്കുന്നത്. മാത്രമല്ല, ലാൽ റോഷി എന്ന DCC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള കണ്ടാൽ അറിയാവുന്ന 10 പേർക്കെതിരെയാണ് നിലവിൽ കേസ് എടുത്തിരിക്കുന്നത്. ഈ ആംബുലൻസിന്റെ കാലപ്പഴക്കവും ഒപ്പം 4 ടയറും തേഞ്ഞു തീർന്ന ആംബുലൻസാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരെയാണ് പ്രതിഷേധിച്ചത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വാദം നിലവിൽ പറയുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഒരു കൃത്യസമയത്ത് ഒരു ആംബുലൻസ് തടഞ്ഞ് പ്രതിഷേധിക്കുക എന്നതുൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ എന്തായാലും ചുമത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റൽ ആക്ട് പ്രകാരം ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ 24 വാർത്ത കൊടുക്കുന്നത് ഏതെങ്കിലും നിലയിൽ സ്വന്തം നിലയിലല്ല ആ വാർത്ത കൊടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് മരിച്ചയാളുടെ ബന്ധുവിൻ്റെ പ്രതികരണം, ഒപ്പം ആശുപത്രി അധികൃതരുടെ വിശദീകരണം, സംഭവം നടന്നതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ വെച്ചാണ് 24 വാർത്ത നൽകിയത്. അതിന് പിന്നാലെയാണ് ആ വാർത്ത നൽകിയ റിപ്പോർട്ടറുടെ ചിത്രം ഉൾപ്പെടെ പോസ്റ്റർ ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള അസഭ്യങ്ങളുമായി കോൺഗ്രസ് പ്രവർത്തകർ സൈബർ ഇടങ്ങളിൽ ഉൾപ്പെടെ എത്തിയത്. പക്ഷേ കോൺഗ്രസിൻ്റെ വാദം തെറ്റ് എന്ന് തെളിയിക്കുന്ന നിലയിലാണ് ഇപ്പോൾ FIR ഉൾപ്പെടെ പുറത്തു വന്നിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.